ഗിവ് അവേയുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി വൈകി. ഇപ്പോൾ 8 മണിയാവാൻ പോകുന്നു. 8 മണിക്കാണ് നമ്മൾ റെക്കോർഡിങ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ നമ്മൾ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ കാരണം ഫയലും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫയൽ എന്ന് പറയുന്നത്, ഗിവ് അവേയുടെ ഫയലാണ്. ഓക്കെ ഫയലിനകത്ത് നെയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അഭിഷേക്, അസ്ലം ഷാ, ജിഷ്ണു കോട്ടയം, ജിഷ്ണു വൈക്കം, റസീൽ, വിദുൽ, സിനാൻ PLK, സിനാൻ MLP, ഷാനു, യേശുദാസ്, അരുൺ. ഓക്കെ ഇപ്പോൾ ഇത്രയും പേരാണ് കണ്ടസ്റ്റൻസ്. ഓക്കെ പിന്നെ ഫയൽ ക്ലോസ് ചെയ്യാം. ഫയലിൻ്റെ പേര് എനിക്ക് ഇവിടെ കാണാം, giveaway.py എന്നാണ് ഫയലിൻ്റെ പേര്. ഓക്കെ സോ പിന്നെ ജസ്റ്റ് ഫയൽ ക്ലോസ് ചെയ്യണം, ഇത് ക്ലോസ് ചെയ്യണം. ഓക്കെ സോ അപ്പോൾ ഇതാണ് നമ്മുടെ ടെർമിനൽ. സോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫയൽ റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ സോ അപ്പോൾ കോഡൊന്ന് അടിക്കുകയാണ്. ഓക്കെ പൈതൺ 3 ഓക്കെ പൈതൺ 3 ആയിരുന്നു. ഓക്കെ പൈതൺ 3 കൊടുത്തു. ഓക്കെ നമ്മുടെ ഗിവ് അവേ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ ഫസ്റ്റിൽ തന്നെ ഗിവ് അവേയുടെ റൂൾസ് ആണ് എഴുതി കാണിക്കുന്നത്. 1 പാർട്ടിസിപ്പൻസ് വിൽ ബി സെലക്ടഡ് ആസ് ദ വിന്നർ. ഒരു ആളായിരിക്കും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. വി വിൽ റാൻഡംലി പിക്ക് 1 പാർട്ടിസിപ്പൻറ്റ് ഈച്ച് ഫോർ 10 ടൈംസ്. 10 വട്ടം ഓരോ ആളെ സെലക്ട് ചെയ്യും. ഓക്കെ ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി സെലക്റ്റഡ് പാർട്ടിസിപ്പൻസ് വിൽ ബി ദ ഗിവ് അവേ വിന്നർ. ഓക്കെ സോ അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്ത ഒരാളായിരിക്കും, അതായത് കൂടുതൽ ആളെ ഇപ്പോൾ 10 വട്ടം എടുക്കുന്നില്ല, അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വന്ന ഒരാളായിരിക്കും നമ്മൾ ഗിവ് അവേ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ സോ അപ്പോൾ പ്രസ് എൻ്റർ ടു കണ്ടിന്യൂ. പിന്നെ എൻ്റർ കൊടുക്കണം. ഓക്കെ ഇപ്പോൾ പാർട്ടിസിപ്പൻസിൻ്റെ നെയിമാണ് ഇവിടെ കാണിക്കുന്നത്. അഭിഷേക്, അസ്ലം ഷാ, ജിഷ്ണു കോട്ടയം, ജിഷ്ണു വൈക്കം, റസീൽ, വിദുൽ, സിനാൻ PLK, സിനാൻ MLP എന്ന് വെച്ചാൽ മലപ്പുറം, പിന്നെ PLK എന്ന് വെച്ചാൽ പാലക്കാട്. ഓക്കെ യേശുദാസ്, അരുൺ. ഓക്കെ സോ അപ്പോൾ ഇത്രയും പാർട്ടിസിപ്പൻസാണ് നമുക്ക് ഗിവ് അവേയിൽ നമ്മൾ ആഡ് ചെയ്തത്. സോ അപ്പോൾ നമ്മൾ പ്രസ് എൻ്റർ ടു കണ്ടിന്യൂ. ഇപ്പോൾ നമ്മൾ എൻ്റർ കൊടുത്തു. പിക്കിംഗ് ദി ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റ്. ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ആൾ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സെലക്റ്റഡ് വിദുൽ. ഓക്കെ സോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരാളെ സെലക്ട് ചെയ്തു, വിദുലാണ്. വിദുൽ എന്ന് പറയുന്നത് ലിസ്റ്റിൽ 1 2 3 4 5 6ാമത് കിടക്കുന്ന ആളാണ്. ഓക്കെ സോ ഫസ്റ്റ് ആൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, വിദുലാണ്. കൺഗ്രാജുലേഷൻസ്. സോ അപ്പോൾ നമ്മൾ അടുത്ത ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രസ് എൻ്റർ ടു കണ്ടിന്യൂ. ഓക്കെ ഇത് സെക്കൻഡ് ആളെ സെലക്ട് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിക്കിംഗ് ദി സെക്കൻഡ് പാർട്ടിസിപ്പൻറ്റ്. റാൻഡമൈസിങ്, ബൗൺസിങ്, ലോഡിങ്. ഓക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ സെക്കൻഡ് ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അഭിഷേകാണ് സെക്കൻഡ് ആൾ. ഓക്കെ അപ്പോൾ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻ്റർ കൊടുക്കാം. പ്ലസ് എൻ്റർ ടു കണ്ടിന്യൂ. പിക്കിംഗ് ദി തേർഡ് പേഴ്സൺ. ഓക്കെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. സെലക്റ്റഡ് യേശുദാസ്. ഓക്കെ അപ്പോൾ യേശുദാസിനെ സെലക്ട് ചെയ്യണം. യേശുദാസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്നതാണ്. ഓക്കെ അപ്പോൾ നേരത്തെ അഭിഷേക് എന്ന് പറയുന്നത് ഫസ്റ്റ് അവിടെ കിടക്കുന്നതാണ്. ഓക്കെ അപ്പോൾ ടൈം നോക്കി 8:02 ആയിട്ടുണ്ട്. ഓക്കെ ഫേക്കും കാര്യങ്ങളൊന്നുമില്ല, പക്കയാണ്. ഓക്കെ ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കാം. ഓക്കെ അടുത്ത ആൾ സെലക്ട് ചെയ്യാം. ഫോർത്ത് പാർട്ടിസിപ്പൻ്റാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ റാൻഡമൈസിങ്, ബൗൺസിങ്, ജസ്റ്റ് റാൻഡമായിട്ട് പിക്ക് ചെയ്യണം. ഓക്കെ സെലക്റ്റഡ് ജിഷ്ണു കോട്ടയം. ഓക്കെ ജിഷ്ണു കോട്ടയം ഇപ്പോൾ ഇതുവരെ ആരും 2 വട്ടം വന്നിട്ടില്ല, അല്ല ഓരോ വട്ടമാണ് വന്നിട്ടുള്ളൂ. ഓക്കെ നമുക്ക് അടുത്ത ആൾ സെലക്ട് ചെയ്യാം. ഓക്കെ സോ അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ടൈ ആണ്. ഇപ്പോൾ 2 പേർ പേര്, ഇപ്പോൾ യേശുദാസ് അല്ലെങ്കിൽ അഭിഷേക് എന്നുള്ളൊരു പേര് 2 വട്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഭിഷേക് എന്നുള്ള പേര് 2 വട്ടം വന്നു, യേശുദാസ് എന്നുള്ള പേര് 2 വട്ടം വന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി റൺ ചെയ്യും. മനസ്സിലായി? ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നുകൂടി റൺ ആയിരിക്കും. ടൈ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നുകൂടി റൺ ആവും. ഓക്കെ പ്രസ് എൻ്റർ ടു കണ്ടിന്യൂ. അപ്പോൾ അടുത്ത ആൾ സെലക്ട് പിക്കിംഗ് ദി ഫിഫ്ത്ത് പാർട്ടിസിപ്പൻറ്റ്. ഓക്കെ അപ്പോൾ 5ാമത്തെ ആളെ സെലക്ട് ചെയ്യണം. ഓക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സെലക്റ്റഡ് ജിഷ്ണു കോട്ടയം. ഓക്കെ അപ്പോൾ ജിഷ്ണു കോട്ടയം ഇപ്പോൾ തന്നെ ഓൾറെഡി എനിക്ക് തോന്നുന്നു 2 വട്ടം വന്നു. ഓക്കെ ഓക്കെ അപ്പോൾ കൺഗ്രാജുലേഷൻസ്. ഇപ്പോൾ തന്നെ ഓൾറെഡി 2 വട്ടമായിട്ടുണ്ട്. ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കുവാണ്. പിക്കിംഗ് ദി 6th പാർട്ടിസിപ്പൻറ്റ്. അപ്പോൾ 6ാമത്തെ ആളെ നമ്മൾ സെലക്ട് ചെയ്യാണ്. റാൻഡമൈസിങ്, ബൗൺസിങ്. ഓക്കെ ജസ്റ്റ് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ സെലക്റ്റഡ് ജിഷ്ണു വൈക്കം. ഓക്കെ അപ്പോൾ ജിഷ്ണു വൈക്കം സെലക്ട് ആയിട്ടുണ്ട് 6th പാർട്ടിസിപ്പൻ്റ് ആയിട്ട്. ജസ്റ്റ് നമ്മൾ അടുത്ത് എൻ്റർ കൊടുക്കുവാണ്. ഓക്കെ പിക്കിംഗ് ദി 7th പാർട്ടിസിപ്പൻറ്റ്. 7ാമത്തെ ആളെ സെലക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ 7th ആളെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ സെലക്റ്റഡ് റസീൽ. ഓക്കെ റസീലിനെ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ ഇപ്പോൾ എത്ര വട്ടം വന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. 7th പാർട്ടിസിപ്പൻ്റ് ആയിട്ട് റസീലിനെ സെലക്ട് ആക്കി. ഓക്കെ ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കാം. അടുത്ത ആൾ 8ാമത്തെ ആളെ സെലക്ട് ചെയ്യണം. ഓക്കെ പിക്കിംഗ് ദി 8th പാർട്ടിസിപ്പൻറ്റ്. റാൻഡമൈസിങ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഓക്കെ സെലക്റ്റഡ് ഷാനു. ഓക്കെ ഇപ്പോൾ ഷാനുവിനെ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ പിന്നെ അടുത്ത ആൾ സെലക്ട് ചെയ്യാൻ വേണ്ടി 2 പേരും കൂടി സെലക്ട് ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 8 ആയി, ടോട്ടൽ 10 സെലക്ട് ചെയ്യുന്നത്. ഓക്കെ പിക്കിംഗ് ദി 9th പാർട്ടിസിപ്പൻറ്റ്. ഓക്കെ റാൻഡമൈസിങ്, ബൗൺസിങ്. ഓക്കെ വെയിറ്റ് ചെയ്യാം. സെലക്റ്റഡ് സിനാൻ PLK. പാലക്കാട് സിനാനാണ്. ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കാം. ഒന്നുകൂടി എൻ്റർ കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് പാർട്ടിസിപ്പൻ്റ് ആണ്. ഓക്കെ
പിക്കിംഗ് ദി 10th പാർട്ടിസിപ്പൻറ്റ്. റാൻഡമൈസിങ് ബൗൺസിങ് ലാസ്റ്റ് പാർട്ടിസിപ്പൻ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കാം. സെലക്റ്റഡ് യേശുദാസ്. ഓക്കെ, അപ്പോൾ യേശുദാസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് പാർട്ടിസിപ്പൻ്റ്. ജസ്റ്റ് നമ്മളൊന്ന് എൻ്റർ കൊടുക്കുവാണ്. ഓക്കെ, എൻ്റർ കൊടുക്കുവാണ്. വിന്നറിനെ ഇപ്പോൾ കാണാൻ പറ്റും. ഇറ്റ്സ് എ ടൈ. ഓക്കെ, അപ്പോൾ ടൈ ആയിട്ടുണ്ട്. ആരോ 2 വട്ടം വന്നിട്ടുണ്ട്. 2 വട്ടം എത്ര വട്ടം അറിയത്തില്ല കറക്റ്റ്. 2 വട്ടം വന്നിട്ട് അപ്പോൾ നമ്മൾ ഗിവ് അവേ ഒന്നുകൂടി റൺ ചെയ്യണം. ഓക്കെ, 1 പാർട്ടിസിപ്പൻറ്റ് വിൽ ബി സെലക്റ്റഡ് ആസ് ദി വിന്നർ. ഓക്കെ, വീണ്ടും ഒന്നുകൂടി ആദ്യം തൊട്ട് റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നുകൂടി ഗിവ് അവേ സ്റ്റാർട്ട് ആവുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കിട്ടാം. സമയം നമുക്ക് നോക്കാം. 8:04 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഞാൻ എൻ്റർ കൊടുക്കണം. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ജസ്റ്റ് വെൽക്കം റസേൽ, വിദുൽ, സിനാൻ PLK, സിനാൻ MLP, ഷാനു, യേശുദാസ് ആൻഡ് അരുൺ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് എൻ്റർ കൊടുക്കുവാണ്. പിക്കിംഗ് ദി ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റ്. റാൻഡമൈസിങ് ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റ് എൻ്റർ കൊടുക്കുവാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സെലക്റ്റഡ് ഷാനു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിസിപ്പൻ്റായിട്ട് ഷാനു കൊടുത്തു. ഞാൻ പെട്ടെന്ന് എൻ്റർ കൊടുക്കുവാണ്. ഓക്കെ, പിക്കിംഗ് ദി സെക്കൻഡ് പാർട്ടിസിപ്പൻറ്റ്. റാൻഡമൈസിങ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സെലക്റ്റഡ് യേശുദാസ്. ഓക്കെ, ഇപ്പോൾ യേശുദാസിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. 2 പേര് ഒരാളാണ്. പിക്കിംഗ് ദി തേർഡ് പാർട്ടിസിപ്പൻറ്റ്. 3ാമത്തെ ആൾ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അരുണിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷാനു, യേശുദാസ്, അരുൺ. ഓക്കെ, പിക്കിംഗ് ദി ഫോർത്ത് പാർട്ടിസിപ്പൻറ്റ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. സെലക്റ്റഡ് അഭിഷേക്. ഓക്കെ, അപ്പോൾ അഭിഷേകിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റർ കൊടുക്കുവാണ്. അടുത്ത ആൾ 5th ആളാണ് അടുത്ത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പിക്കിംഗ് ദി 5th പാർട്ടിസിപ്പൻറ്റ്. ഓക്കെ, സെലക്റ്റഡ് ഷാനു. ഓക്കെ, ഇപ്പോൾ തന്നെ ഷാനു 2 വട്ടം വന്നെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കുവാണ്. അടുത്ത 6th പാർട്ടിസിപ്പൻറ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സെലക്റ്റഡ് അസ്ലം ഷാ. ഓക്കെ, അസ്ലം ഷാനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എൻ്റർ കൊടുക്കുകയാണ്. 7th പാർട്ടിസിപ്പൻറ്റ് സെലക്ട് ചെയ്യുകയാണ്. പിക്കിംഗ് ദി 7th പാർട്ടിസിപ്പൻറ്റ്. റാൻഡമൈസിങ് ബൗൺസിങ് സെലക്റ്റഡ് അരുൺ. ഓക്കെ, ഇപ്പോൾ അരുണിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 8ാമത്തെ ആളെയാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതും ടൈ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ എടുക്കും കേട്ടോ. ഒന്നുകൂടി റീറൺ ആവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് പിന്നെ നമ്മൾ അടുത്ത ആൾ ഇപ്പോൾ റസീലിനെ 8ാമത്തെ ആളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 9ാമത്തെ ആളെ സെലക്ട് ചെയ്യണം. ഓക്കെ, ആരായിരിക്കും വരുന്നത് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. സെലക്റ്റഡ് അസ്ലം ഷാ. ഓക്കെ, അസ്ലം ഷാനെ സെലക്ട് ആക്കിയിട്ടുണ്ട്. സോ അപ്പോൾ ലാസ്റ്റ് ആൾ. അപ്പോൾ ഇതിലാണ് ഇനി ചൂസ് ചെയ്യുന്നത്. ഇനി ടൈ വരുമോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ആരാ വരുന്നത് നോക്കാം. സെലക്റ്റഡ് അഭിഷേക്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്ത് നോക്കാം. ടൈ ആണോ അല്ലേ നമുക്ക്. ഓക്കെ, വീണ്ടും ടൈ ആയിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, അല്ലാതെ വേറെ വഴിയില്ല. ഇനി റൺ ചെയ്തേ പറ്റൂ. ഓക്കെ, ആദ്യം തൊട്ടേ വരുവാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ എൻ്റർ കൊടുക്കുവാണ്. പാർട്ടിസിപ്പൻസിൻ്റെ പേര് കൊടുക്കുന്നു. ഫസ്റ്റ് ആദ്യം നേരത്തെ പോലെ തന്നെ വീണ്ടും. ഇപ്പോൾ ഓൾറെഡി നമുക്ക് 2 വട്ടം ടൈ വന്നു. ഓക്കെ, നമുക്ക് സീനില്ല. നമുക്ക് ഒന്നുകൂടി റൺ ആക്കാം. ഓക്കെ, സിനാൻ PLK, സിനാൻ MLP, ഷാനു, യേശുദാസ്, അരുൺ. ഓക്കെ, ഇത്ര പേരേ ഉള്ളൂ. ഓക്കെ, പ്രസൻറ്റ് ടു വൺ. പിക്കിംഗ് ദി ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റ്. അപ്പോൾ ആദ്യത്തെ ആളെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ. സെലക്റ്റഡ് അഭിഷേക്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ആളെ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ആളായിട്ട് അഭിഷേകിനെ സെലക്ട് ചെയ്തു. ഓക്കെ, സെക്കൻഡ് ആളായിട്ട് ആരെ സെലക്ട് ചെയ്ത് നമുക്ക് നോക്കാം. വരട്ടെ, റസീൽ. ഓക്കെ, ഇപ്പോൾ റസീലിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടുത്ത എൻ്റർ കൊടുക്കുകയാണ്. തേർഡ് ആളെ കണ്ടുപിടിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. സെലക്റ്റഡ് ജിഷ്ണു വെയ്ക്കം. ഓക്കെ, സോ അപ്പോൾ ഇനി ടൈം കാണിക്കാം. കേട്ടോ, 8 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ 8 മിനിറ്റ് ആൾ തുടങ്ങിയിട്ട്. ഓക്കെ, ജസ്റ്റ് എൻ്റർ കൊടുക്കാം. 4th ആളെ. ഈ ഇടയ്ക്കിടയ്ക്ക് ടൈം കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഫേക്കും കാര്യങ്ങളാണെന്നൊക്കെ പറയാം. സോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഓക്കെ, സെലക്റ്റഡ് ജിഷ്ണു വെയ്ക്കം. ഓക്കെ, ഇപ്പോൾ തന്നെ ജിഷ്ണു വെയ്ക്കം 2 വട്ടം വന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി അഭിഷേകോ റസീലോ ഒരു വട്ടം കൂടി വന്നാൽ വീണ്ടും ടൈ ആവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 5th ആളെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, റസീൽ. ഓക്കെ, ഇപ്പോൾ തന്നെ ടൈ ആയി. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ടൈ ആവും. ഓക്കെ, ടൈ ആയി. അപ്പോൾ നോക്കാം. ഇനി ജിഷ്ണു വെയ്ക്കുമോ അല്ലെങ്കിൽ റസീലോ വന്നാൽ അവർക്കായിരിക്കും പ്രൈസ്. ഓക്കെ, എന്ന് വെച്ചാൽ
അവർക്ക് മാത്രമേ പിന്നെ ഒരാൾ വേറെ വരില്ല. ഓക്കെ, അസ്ലം ഷാ വന്നു. 6th പാർട്ടിസിപ്പൻ്റ് ആയിട്ട് അസ്ലം ഷാ വന്നിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ അടുത്ത പിക്കിംഗ് ദി 7th പാർട്ടിസിപ്പൻറ്റ്. സെലക്റ്റഡ് സിനാൻ MLP. ഓക്കെ, സിനാൻ MLP ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ AI വീണ്ടും നമ്മൾ റണ്ണാക്കും കേട്ടോ, വേറെ വഴിയില്ല, നമുക്ക് റണ്ണാക്കിയേ പറ്റൂ. ഓക്കെ, ജിഷ്ണു വൈക്കം. ഓക്കെ, ജിഷ്ണു വൈക്കം ഇപ്പോൾ തന്നെ 3 വട്ടം വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി 2 ഇതും കൂടെ ചാൻസ് കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് പിക്കിംഗ് ദി 9th പാർട്ടിസിപ്പൻറ്റ് 9ാമത്തെ ആൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ജിഷ്ണു വൈക്കം ഇപ്പോൾ തന്നെ 3 വട്ടം വന്നിട്ടുണ്ട്. അസ്ലം ഷാ 2 വട്ടം വന്നിട്ടുണ്ട്. ഓക്കെ, അസ്ലം ഷാ 2 വട്ടം വന്നു, റസീലും 2 വട്ടം വന്നു. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ലാസ്റ്റ് 1 ടൈ ആണോ അല്ലയോ എന്നറിയാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഷാനു. ഓക്കെ, ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുക്കാം. വിന്നറിനെ സെലക്ട് ആയില്ലോ നമുക്ക് ജസ്റ്റ് നോക്കാം. ആൻഡ് ദ ഗിവ് അവേ വിന്നർ ഈസ് ടൈ അല്ല, വിന്നർ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ജിഷ്ണു വൈക്കം. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ജിഷ്ണു വൈക്കം ആണ് ഗിവ് അവേയുടെ വിന്നർ. ഓക്കെ, ബാക്കി 2 എണ്ണം വീതം വന്നവരുണ്ട്. ജിഷ്ണു വൈക്കം 3 വട്ടമാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ജിഷ്ണു വൈക്കമാണ് ഗിവ് അവേയുടെ വിന്നർ. ഓക്കെ, ഇപ്പോൾ കുറേ നേരം എടുത്ത് നമുക്കിത് കിട്ടാൻ. ഓക്കെ, അപ്പോൾ ജിഷ്ണു വൈക്കമാണ് ഗിവ് അവേയുടെ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ജിഷ്ണു വൈക്കം. ഓക്കെ, അപ്പോൾ ഗിവ് അവേയുടെ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യണം. താങ്ക് യു.